സാറേ, ഈ മുനമ്പം പ്രശ്നം എൻ്റെ നോട്ടത്തിൽ ഇതിനൊരു പരിഹാരമില്ല. സാറിന് തോന്നുന്നുണ്ടോ ഇതിന് പരിഹരിക്കാൻ പറ്റുമെന്ന് നിയമപരമായിട്ട്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയാണ് ടി ജി, നിയമപരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു തലവേദനയെ അല്ലാതെ. അത് കറക്റ്റാണ് ടി ജി പറഞ്ഞത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രതീക്ഷ, മുനമ്പത്തുകാരെ നമ്മളിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേന്ദ്രത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന ബില്ല് പാസ്സായി വന്നാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന, അത് മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പാക്കാനും ഒക്കെ പറ്റിയാൽ അപ്പോൾ മാത്രം ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഞാൻ ആ കേന്ദ്ര ബില്ലിൻ്റെ തന്നെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മൗലികമായി ഈ വഖഫ് എന്ന് പറയുന്ന ഒരു ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു സംഗതിയെ അതിൽ ഈ ഭേദഗതി തൊടുന്നില്ല. ഇല്ല, കറക്റ്റാണ്. അതിൻ്റെ എക്സിക്യൂഷനിൽ ചില വ്യത്യാസം അത്രേ ഉള്ളൂ. കാലപരിധി വെക്കുക, കലക്ടർക്ക് ചെറിയ അധികാരങ്ങൾ കൊടുക്കുക. AP അഹമ്മദിന് പകരം TG മോഹൻദാസിനെ വയ്ക്കുക. അത്രേ ഉള്ളൂ. ആ വയ്ക്കാനുള്ള അധികാരം സർക്കാരിൻ്റെ കയ്യിലിരിക്കുക. ഇങ്ങനെയുള്ള ചില കളികൾ എക്സിക്യൂഷൻ പാർട്ടിൽ. നമ്പർ 2, ഈ ഭേദഗതി വന്നാൽ തന്നെ മുനമ്പത്തുകാരുടെ പ്രശ്നം അതിനു മുമ്പുള്ളതാണ്. തീർച്ചയായിട്ടും. മുൻകാല പ്രാബല്യത്തോടെ ഒരു നിയമം പാസ്സായതായിട്ട് എളുപ്പമല്ല. കോടതി പോയാൽ തള്ളിപ്പോവും. കാരണം ഇത്രാം തീയതി പാസ്സാക്കിയ നിയമം കോടതി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 150 പെറ്റീഷൻ സുപ്രീം കോടതിയിലേക്കുള്ളത് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർക്കറിയാമല്ലോ, ഇപ്പോൾ JPC കഴിഞ്ഞാൽ ഇത് ബില്ലായിട്ട് ലോക്സഭയിൽ വരും, ആക്റ്റായിട്ട് പാസ്സാകും. ഭേദഗതി ഇവർക്ക് ഭൂരിപക്ഷമുണ്ട്, അത് പാസ്സാക്കാനും അവർക്കറിയാം. പക്ഷേ ഈ വരാൻ പോകുന്ന ആക്ട് എന്താണ്, ഭേദഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹർജിയെല്ലാം തയ്യാറാക്കി ഡേറ്റ് മാത്രം പെൻഡിങ്ങിലിട്ട് 150 എണ്ണം വെച്ചിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ, കപിൽ സിബൽ, ഇവരെല്ലാം റെഡി ആയിട്ടിരിക്കുക. ഈ ആക്ട് നോട്ടിഫൈ ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഹർജി പോവും, സുപ്രീം കോടതി സ്റ്റേ ചെയ്യും. ഇതാണ് ഈ ഭേദഗതിയുടെ ഭാവി സംഭവിക്കാം. ഞാനിപ്പോഴും ഇന്നത്തെ ഡേറ്റിൽ സാറ് കുറിച്ച് വെച്ചോ, അച്ചട്ടാണ് സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്യും ഫോർ നോ റീസൺ. ബിക്കോസ് വലിയ ബഹളം നടന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്താ ചെയ്യുക? സഞ്ജീവ് ഖന്നയല്ല, ദേവേന്ദ്രനാണെങ്കിലും സ്റ്റേ ചെയ്യും. നിൽക്കട്ടെ, മെരിറ്റ് നോക്കാം. എടാ, 54 മുതലുള്ള ആക്ട് 95 നിങ്ങളത് നട്ടും ബോൾട്ടും ഒക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി. 2013 ചില നട്ടും ബോൾട്ടും ഉള്ളിടത്ത് റിവറ്റ് വെച്ച് പെർമനൻ്റ് ആക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഈ ഭേദഗതി അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ചത്തുപോകുന്നുള്ള സ്ഥിതിയൊന്നും ഇല്ല. അതുകൊണ്ട് സ്റ്റേ. ദിസ് ഈസ് ദ റീസൺ. അതാണ് വരാൻ പോകുന്നത്. A long pending legislation. Now you want to change it urgently. What is so big about that? What is urgent? Mr. Solicitor General, what is there? എന്താ ഇത്ര വലിയ ഇപ്പോൾ ആകാശ് കഴിഞ്ഞു വേണോ? അല്ല, there are so many claims. So many claims are there. സിവിൽ ഇതിൽ ഡൊമൈനിൽ എത്രയോ കേസുകൾ നടന്നുകൊണ്ടിരിക്കും. ഭരണഘടന ചലഞ്ച് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ നടക്കും. അത് കണ്ടിട്ട് വെറുതെ ഒരു ആക്ട് ഇത് ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വയ്ക്കാൻ പറ്റില്ല. സ്റ്റേ ചെയ്യുന്നില്ലേ ഉള്ളൂ. വിൽ ഗോ ഇൻ ടു ദ മെറിറ്റ്സ്. അത് ഭരണത്ത് പോകും സുപ്രീം കോടതി. പിന്നെ എപ്പോൾ ലിസ്റ്റ് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. ശരിയാണത്. ഇനി അത് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക, അപ്പോഴും മുനമ്പത്തുകാർക്ക് ആശ്വാസം ആകുന്നില്ല. തീർച്ചയായിട്ടും. മുൻകാല പ്രാബല്യം കൊടുത്തു എന്ന് വയ്ക്കുക, അപ്പോഴും മുനമ്പത്തുകാർക്ക് ആകുന്നില്ല. കാരണം അതല്ല അവരുടെ പ്രശ്നം. എക്സിക്യൂഷൻ അല്ല അവരുടെ പ്രശ്നം, ബേസിക് ആക്റ്റാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് ജോസഫ് ബെന്നി ആൻഡ് അതേഴ്സ് ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭരണഘടനാ സാധുതയാണ്. വഖഫ് ആക്ടിൻ്റെ ബേസിക് ഭരണഘടനാ സാധുതയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അവർ അഗ്രീവ്ഡുമാണ്. ജോസഫ് ബെന്നിയും മറ്റേ 7 പേരും ഉണ്ട് പെറ്റീഷണേഴ്സ്. എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. ജോസഫ് ബെന്നി ആൻഡ് അതേഴ്സ് എന്നാണ്. അപ്പോൾ അവരുടെ സ്വന്തം വസ്തു ഇതിൽ ഇൻക്ലൂഡഡാണ്. അവർ അഗ്രീവ്ഡുമാണ്. അതേസമയം അവർ ഭരണഘടനാ ഇഷ്യൂ റേസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ കേസിൽ കൺസീഡ് ചെയ്യാൻ കേരള സർക്കാർ തയ്യാറാണ്. കേരള സർക്കാരും പറയുകയാണ് അതെ, ഈ ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ നിലപാട് ആരും എടുക്കുന്നില്ല സാർ. ഇവിടെ ആരും എടുക്കുന്നില്ല. ഇന്നലെ സുധീരൻ പറഞ്ഞതായിട്ട് പത്രവാർത്തയിൽ ഞാൻ കണ്ടു, വഖഫ് ആക്ട് എടുത്ത് കളയുകയല്ലാതെ ഇതിന് വേറെ മാർഗ്ഗമില്ല. ബേസിക് ആണത്, വളരെ കറക്റ്റ് ബേസിക്കാണ്. അതിന് വേറെ വഴിയില്ല. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഇത് ഇസ്ലാമിക് ശരീഅത്തിൻ്റെ മാത്രം ഒരു മാനവും സാധ്യതയുമുള്ള ബില്ലാണ്. ആ ബില്ല് സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1913 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ബില്ലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 54 വരെ. സാർ, 1913 വഖഫ് ആക്ട്, 1920 വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്.
1930 വീണ്ടും വഖഫ് ആക്ട്, ഒക്കെ ബ്രിട്ടീഷുകാർ. 32 വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്, 37 ശരിയ ആക്ട്, 54 വഖഫ് ആക്ട്, 95 54 ഇത് റിപ്പീൽ ചെയ്തിട്ട് പുതിയ വഖഫ് ആക്ട്, അതിന് 2013 ഭേദഗതി. ഇതിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി ഒരെണ്ണം, അത് 67 എവിടെയോ ഒരു സമയത്ത് ഒരു ഭേദഗതി. അതെന്താണെന്നറിയാമോ? വഖഫ് ബൈ യൂസർ. അതാണ് സാറ് എൻ്റെ വാടക വീട്ടിൽ സാറ് താമസിക്കുന്നത്, സാറ് മുസ്ലിം, ഞാൻ ഹിന്ദു. സാറ് വാടകയൊക്കെ കൃത്യമായിട്ട് തരുന്നത്. ഇതിനിടയ്ക്ക് സാറ് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം പടച്ചോന് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് സാറ് എഴുതിയും വേണ്ട, പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടാൽ മതി. അങ്ങനെ ഈ സാധനം എഴുതി വെച്ച ഒരു കടലാസിൽ നമ്മൾ തമ്മിൽ ടേംസ് തെറ്റി ഞാൻ സാറിനോട് പറയുന്നു, സാറിനി ഇവിടെ വാടകയ്ക്ക് ഓ അങ്ങനെയാണ്, ഞാൻ ഇറങ്ങിത്തരാം. ഇറങ്ങി കൊടുക്കാൻ നേരത്ത് ഈ പാരയും കൂടെ പിടിപ്പിച്ചിട്ട് സാറ് പോകും. ആ സ്വത്ത് പോയി. ഇത് വക്കഫിലൊരു കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വക്കഫ് നോക്കിക്കോളും, എൻ്റെ ജന്മം പാഴായി പോകും. സാറ് അടുത്ത വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്യും. അതൊക്കെ എന്തുമാത്രം വഖഫ് ബൈ യൂസർ. ഇത് ഇന്ദിരാഗാന്ധി ചെയ്തത് ദോഷമാണ്. എനിക്കറിയില്ല ഈ അനിയന്ത്രിതമായ അധികാരം വഖഫിന് കൊടുത്തു. സാറ് വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടോ? കേരള വഖഫ് ബോർഡിൻ്റെ. അതിൽ തിളങ്ങുന്ന അക്ഷരങ്ങളിൽ എപ്പോഴും ഇങ്ങനെ വലിയൊരു സ്ക്രീനിൽ, പച്ച സ്ക്രീനിൽ, വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. അതാണ് അവരുടെ മുദ്രാവാക്യം. ഇപ്പം മുനമ്പം ഒരിക്കൽ വഖഫ് ആയി കഴിഞ്ഞു. ഇനിയിപ്പം വഖഫ് ബോർഡും പടച്ചോൻ നേരിട്ട് വന്നിട്ട് എൻ്റെ ഭൂമി അല്ല എന്ന് പറഞ്ഞാലും പറ്റില്ല. അതിൻ്റെ അനുബന്ധം കൂടി ഉണ്ട് ടി ജി. വൺസ് എ വഖഫ് ബോർഡ് ഓൾവേസ് വഖഫ് ബോർഡാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഭരിക്കുന്നത് ഈ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാലത്തും വഖഫ് ബോർഡ് ഭരിക്കുന്നത് ലീഗാണെന്നേ. ആലോചിച്ച് നോക്കും, 10 മെമ്പർമാരാണ്. പാണ്ടാറട ഞാൻ കിട്ടി. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഹിന്ദുക്കൾക്കും ഇതുപോലത്തെ ഒരു ബോർഡ് കൊടുക്കണം. സാറിന് പണ്ട് ഓർമ്മയുണ്ടല്ലോ ഈ മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം. പുള്ളി രാജ്യം മുഴുവൻ വഖഫ് ചെയ്ത് പത്മനാഭദാസനായി കൊടുത്തതാണ്, പത്മനാഭസ്വാമിക്ക് കൊടുത്തതാണ് മുഴുവൻ. അതെ അതെ. അതിന് വഖഫാണെങ്കിൽ ഇതിനൊരു സംസ്കൃതം പേര് കണ്ടുപിടിച്ചാൽ മതി. മൊത്തം തിരുവിതാംകൂർ പുള്ളി സമർപ്പിച്ചതാണ്. ഇത് തിരുവിതാംകൂർ മൊത്തം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയാണ്. ലോജിക്ക് ശരിയല്ലേ? ഇതേ ലോജിക്കാണല്ലോ മറ്റേവർ പറയുന്നത്. അപ്പോൾ അതേ ലോജിക്ക് ഇവർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ മൊത്തം തിരുവിതാംകൂർ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോൾ ഭരിക്കുന്ന ട്രസ്റ്റ്, ആർക്കും 5 സെന്റ് വിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നമ്മളല്ല, സാറ് മലബാറായതുകൊണ്ട് രക്ഷപ്പെട്ടു, ഞാൻ കൊച്ചി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. തിരുവിതാംകൂറുകാർ മുഴുവൻ പെടും. 5 സെൻറ്റ് സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോഴും മന്ത്രിമാർ പറയും നിങ്ങളെ ഇറക്കില്ലല്ലോ, എന്തിനു കുടിയിറക്കണം? ഭൂമി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാറിനെ കുടിയിറക്കിയിട്ട് എനിക്കെന്ത് വേണം? സാറോട് താമസിച്ചോ? ഇതിലെ അടിസ്ഥാന പ്രശ്നം ഇപ്പോഴും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ടി ജി പ്രശ്നം. ഇപ്പം ഞാൻ ഇവരോട് ഇന്ന് പലപ്പോഴും ചോദിച്ചു, ഇപ്പം മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ വന്നിട്ട് അവിടെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് നടത്തി വർഗീയമാക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ അദ്ദേഹം വളരെ സമർത്ഥമായി പറഞ്ഞൊരു കാര്യം, വഖഫ് ബോർഡല്ല ഇതിൽ പ്രതി, വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ കേസ് കൊടുത്താണെന്നുള്ള. സത്യത്തിൽ വഖഫ് ബോർഡല്ലേ പ്രതി. വഖഫ് ബോർഡിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരെ രക്ഷിക്കുകയാണ്? ഇടതുപക്ഷത്തെ അല്ല രക്ഷിക്കുന്നത്, മുസ്ലിം ലീഗിനെ രക്ഷിക്കുന്നത്. കാരണം അതിനകത്ത് ടി ജി കണ്ടിട്ടുണ്ടാവുമല്ലോ, 10 പേരാണ്, 10 അംഗങ്ങളേ ഉള്ളൂ ഈ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിൽ. കേന്ദ്രത്തിൽ 21 എങ്ങാണ്ടാണ് കേന്ദ്ര വഖഫ് ബോർഡിൽ. ഈ 10 ചെയർമാൻ MK സക്കീർ എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരന് സ്ഥിരമായി നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 5 കൊല്ലം PSC ചെയർമാനായി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യനെയും കിട്ടാനില്ലാത്ത മട്ടിലാണ് വഖഫ് ബോർഡിൻ്റെ ചെയർമാനാക്കി. ഇനി അദ്ദേഹത്തിന് എന്ത് കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ MK സക്കീറിന് നമ്മൾ കൊടുക്കുന്ന വലിയ ചെലവും ഒഴിച്ചാൽ പിന്നെ അതിൽ CEO എന്ന് പറയുന്നത് വേറൊരു സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ അതും മുസ്ലിം ആയിരിക്കണം എന്നാണ്, പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനായതിന് വോട്ടവകാശമില്ല. ബാക്കി 8 പേര്. ഈ 8 പേരിൽ എപ്പോഴും 6 പേരെങ്കിലും ലീഗാണ്. ആലോചിച്ച് നോക്കൂ. MP-മാരുടെ കോട്ടയിൽ PV അബ്ദുൽ വഹാബ്, MLA-മാരുടെ കോട്ടയിൽ ഇവരെന്താ വെച്ചാൽ വീതിക്കുക ചെയ്യുക. അപ്പോഴും മുസ്ലിം ലീഗിന് പ്രാമുഖ്യം ഉണ്ടാവും. എൻ്റെ മലപ്പുറം MLA P. ഉബൈദുള്ളയാണ് ഒന്ന്. അപ്പോഴും നൗഷാദ് MLA-യും കൂടി ഉണ്ട്. അത് അങ്ങനെയല്ല, ഭരണകക്ഷി ഒന്ന് പരസ്പരം കൊടുത്തിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോഴും അങ്ങനെ. പിന്നെ ഉള്ളതെന്ന് പറയുക, മുത്തവല്ലി കൗൺസിലുണ്ട്. മുത്തവല്ലീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വഖഫ് ബോർഡിൻ്റെ സൂക്ഷിപ്പുകാരായിട്ട്. ഇപ്പോൾ എൻ്റെ പള്ളി കമ്മിറ്റി വഖഫ് സ്വത്താണെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി, അല്ലെങ്കിൽ യത്തീംഖാന സെക്രട്ടറി, ഇങ്ങനെ എവിടെയൊക്കെ വഖഫ് സ്വത്തുണ്ടോ അതിൻ്റെ മുത്തവല്ലിമാരുടെ ഒരു കൗൺസിൽ ലീഗ് പണ്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്ന് വഖഫ് ബോർഡിലേക്ക് വരുമ്പോഴും 2 പേരാണ് വരിക. ഒന്ന് മുസ്ലിം ലീഗ് നേതാവ് MC മൈനാജിയാണ്. ഇത്രയേറെ കറക്റ്റായ ഒരു പക്ഷേ നിസാർ കമ്മിറ്റി ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ വഖഫ് ബോർഡിൽ ഇരുന്ന അംഗങ്ങൾ കാണിച്ച അഴിമതിയെക്കുറിച്ചാണ്. ഒന്ന് MC മൈനാജി, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവാണ്, സമസ്തയുടെ നേതാവാണ്, വലിയ അഴിമതിക്കാരനുമാണ്. നമ്മുടെ ഓർമ്മയില്ലേ, മാറാട് കലാപത്തിൽ വരെ വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ വന്ന ഒരാളാണ്. 2,
രണ്ടാമത്തെ ആൾ അഡ്വക്കേറ്റ് PV സൈനുദ്ദീന. ടി ജിക്ക് ഓർമ്മയില്ലേ, തലശ്ശേരിയിലെ CKP ചെറിയ മമ്മൂക്കയുടെ മോനാണ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ വഖഫ് ബോർഡ് മെമ്പറാണ്. വഖഫ് ബോർഡ് നിസാർ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ ആരോപണങ്ങൾ വന്നത് തളിപ്പറമ്പിൽ വലിയ വഖഫ് ഭൂമി ഉണ്ടായിരുന്നു. ഈ വഖഫ് ഭൂമി 3 കൂട്ടർക്ക് ഇവർ ദാനം ചെയ്തു. ഒന്ന് അവിടുത്തെ ഏറ്റവും വലിയ എയ്ഡഡ് കോളേജായ സർ സയ്യിദ് കോളേജിന്. സർ സയ്യിദ് വലിയ കോഴ വാങ്ങുന്ന കോളേജാണ്. ആ കോളേജിന് ഹോസ്റ്റൽ പണിയാൻ വഖഫിൻ്റെ ഭൂമി. ഇതിനെക്കുറിച്ച് അന്വേഷണം. അവിടുത്തെ ഒരു ലീഗിൻ്റെ തന്നെ സ്കൂളുണ്ട്, CD സാഹിബ് മെമ്മോറിയൽ സ്കൂളുണ്ട്. പിന്നെ ഒരു മുസ്ലിം സാംസ്കാരിക വേദിയുണ്ട്. ഇവർക്കൊക്കെ വഖഫിൻ്റെ സ്വത്ത് ദാനം ചെയ്യുക. അതിൻ്റെയൊക്കെ പുറമെ വഖഫ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ലീഗും SDPI അവരൊക്കെ കൂടി ഭരിക്കുന്ന കാലത്ത് അവർക്കും ദാനം ചെയ്തു. ഇത് അന്വേഷിക്കാൻ തീരും. പരാതി വന്നപ്പോൾ വഖഫ് സംരക്ഷണ സമിതി എന്തൊക്കെ പറഞ്ഞാലും SDPIക്കാരുണ്ടായിരുന്നു അതിൽ. അത് സത്യമാണ്. തേജസ് പത്രം വലിയ തോതിൽ വഖഫിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ TG ഞാനത് SDPIക്കാരായതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം അവർ കണ്ടെത്തിയത് മുഴുവനും ഈ മുസ്ലിം പ്രമാണിമാർ നടത്തിയ കയ്യേറ്റമാണ്. അവർ കണ്ടെത്തിയത് മുഴുവൻ ഇതിൻ്റെ ഇരകളായി തീർന്ന മുസ്ലിങ്ങളുമാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയോ? വഖഫ് ബോർഡ് അന്വേഷണ കമ്മീഷനെ വെച്ചു. ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ. അന്വേഷണ കമ്മീഷൻ? ഏകാംഗ കമ്മീഷനാണ് അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ. ഇതാണ് വഖഫ് ബോർഡിൻ്റെ സ്ട്രക്ചർ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ പറയുന്നത് വഖഫ് ബോർഡിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്തർധാരയാണത്. മുസ്ലിം ലീഗിനെ രക്ഷിക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് സ്ഥിതി. എന്ത് തമാശയാണ്. ഞാനിപ്പോൾ ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ ഞാൻ പറഞ്ഞു, ഈ 32 വഖഫ് ബോർഡുകളുണ്ട്. BJP മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. അവിടെയെങ്കിലും ഇത് നോമിനേഷനിലെ അല്ലെങ്കിൽ ഒരു കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഒരു ബോഡി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, വഖഫ് ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റില്ല. മൗലികമായ നിയമത്തിൽ മാറ്റം വരുത്തണം. അതാരും പറയുന്നേ ഇല്ല. ഞങ്ങൾ കുടിയിറക്കൂല, ഞങ്ങൾക്ക് ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്ട്രീം പരിഹാരം നിർദ്ദേശിക്കുന്നത് സാർ. നമുക്ക് ഇപ്പോൾ വഖഫ് ഈ പറഞ്ഞ സത്താർ സേട്ടിൻ്റെ മകൻ സിദ്ദിഖ് സേട്ട് 1950 കൊടുത്തു, 1903 മഹാരാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കങ്ങനെ പുറകോട്ട് സഞ്ചരിക്കാം. തിരുവിതാംകൂർ മൊത്തം പത്മനാഭൻ്റെ കയ്യിലാണ്. കൊച്ചി ശക്തൻ തമ്പുരാൻ്റെ ആയിരുന്നു. അപ്പോൾ അത് വടക്കുന്നാഥിൻ്റെയാണ്. മലബാർ സാമൂതിരിയുടെ ആയിരുന്നു. പുറകോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് കൊടുക്കുക, എന്നിട്ട് അവരുടെ പാട്ടക്കാരായിട്ട് എല്ലാവർക്കും കഴിയാം. വഖഫിന് മുകളിൽ മാർത്താണ്ഡവർമ്മയെയും പഴശ്ശിരാജയെയും ശക്തൻ തമ്പുരാനെയൊക്കെ പ്രതിഷ്ഠിക്കുക. അവരുടെ കീഴിലാണ് വഖഫ്. വഖഫിൻ്റെ കീഴിൽ നമ്മുടെ കീഴിൽ ആരുമില്ല. ഇങ്ങനത്തെ സ്ഥിതി കൊണ്ട് ഇത്ര അലമ്പ് പിടിച്ചൊരു നിയമം വാസ്തവത്തിൽ അത്ഭുതം തോന്നുന്നു കേട്ടോ. ഈ നിയമമൊക്കെ ഇത്രയും നിലനിന്ന് പോകാൻ പാടില്ലാത്ത ഞാൻ ഈ നിയമത്തിന് എനിക്ക് ഇതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്ട് ഉണ്ട് സാർ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഡോവ്മെൻറ്റ് ആക്ട് 1950. ആ ആക്ടിൽ ചില കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ട്രാവൻകൂർ പീനൽ കോഡ് അനുസരിച്ചായിരിക്കണം എന്ന് ഇന്നും ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇന്നും അത് അച്ചടിച്ച് പിന്നെയും പുസ്തകം അടിക്കും, പിന്നെയും പുസ്തകം അടിക്കും. ആക്ട് ഇങ്ങനെ ഇറങ്ങും. ഞാൻ ട്രാവൻകൂർ പീനൽ കോഡൊക്കെ പോയിട്ട് നാളെ 48 പോയി. പക്ഷേ ഇതിനകത്ത് ട്രാവൻകൂർ സിവിൽ കോഡ്, ട്രാവൻകൂർ പീനൽ കോഡ് ഇതാണ്. ഇതുപോലെയാണ് വഖഫ്. ഒരു ആക്ട് പാസ്സാക്കി അത് എന്തോ സംഭവിച്ചാൽ അങ്ങനെ കിടന്നു. അതിൽ നിന്ന് കുറേ പേര് കാശൊക്കെ അടിച്ചു, പ്രോപ്പർട്ടിയൊക്കെ അടിച്ച് സന്തോഷം. അതെ, അത് നമ്മുടെ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിന് വിരുദ്ധമാണ്, കാലവിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്, പൗരാവകാശ വിരുദ്ധമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ആ നിയമത്തെ പൊളിച്ചെഴുതാൻ ആർജവമുള്ള ഗവൺമെൻറ്റുകൾ ആര് ചെയ്താലും നമ്മൾ സ്വാഗതം ചെയ്യും. അതല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. ഈ ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കുക എന്ന് പറയില്ലേ, ആ ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് BJP ബലം പിടിക്കുന്നുണ്ടല്ലോ, അവരാണ് ഇതിന് പരിഹാരം കാണേണ്ട ആൾക്കാർ. അവരാരുടെ നേർക്കാ ജാഥ നടത്തുന്നത് എനിക്ക് മനസ്സിലാവണില്ല. സത്യം. അവരിപ്പോൾ കേരളത്തിൽ ആയതുകൊണ്ട് അവർക്കൊരു ചെറിയ സ്കോപ്പ് ഉണ്ട് ജാഥ നടത്താൻ, അത്രേ ഉള്ളൂ. പക്ഷേ അവരാണല്ലോ കേരളത്തിൽ മാത്രമായിട്ട് ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല, രാജ്യത്തെ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അവർ വഖഫ് നിയമത്തിൻ്റെ കീഴിൽ സെൻട്രൽ വഖഫ് ബോർഡും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളും, അതിൽ ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല മാറ്റാൻ പറ്റില്ല. പിന്നെ അനൗദ്യോഗികമായിട്ട് മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം മുസ്ലിം പള്ളികളിലൊക്കെ ഈ മുത്തവല്ലി സമ്പ്രദായമില്ല. മഹല്ല് കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. അപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾ അയാളെ മുത്തവല്ലിയായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. മുത്തവല്ലിയായിട്ട് അയാളെ പ്രഖ്യാപിക്കുന്നൊന്നുമില്ല. ആ ഒരു സിസ്റ്റം പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു സിസ്റ്റമാണ്.
പക്ഷേ ടി ജി പലപ്പോഴും പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ആഘാതവും ഗൗരവവും പഠിക്കുന്നതിൽ BJP പോലും വല്ലാതെ വൈകിപ്പോകും തോന്നുന്നു. 2013 ബില്ല് വരുമ്പോൾ BJP അനുകൂലിക്കല്ലേ ഇത്? അതെ, ഞാൻ മനസ്സിലാക്കുന്നത് 119 MP-മാരുണ്ടെന്ന്. LK അദ്വാനിജിയാണെന്ന് തോന്നുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്. സാർ, ഇതിനൊന്നും ഞാൻ BJPയെ കുറ്റം പറയില്ല. സാർ നോക്ക്, TN ശേഷൻ വരുന്നത് വരെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നില്ല. TN ശേഷൻ വന്നൊരു നിരത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ നിയമം പൊടി തട്ടിയെടുത്തിട്ട് 3 ഇലക്ഷൻ കമ്മീഷണർ വേണമെന്നാക്കി. ഇപ്പോൾ 3 പേരുണ്ട്. അതിൽ ഭൂരിപക്ഷം വെച്ച്, കാരണം ഈ ഒറ്റയാളിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് മനസ്സിലായി. അധികാരം പ്രയോഗിക്കുന്നു. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ എടുക്കുക. അതിനു മുമ്പ് കേരളത്തിൽ ഗവർണർ ഉണ്ടായിരുന്നു, ആരും മൈൻഡ് ചെയ്യില്ല, ഇങ്ങനെ പോവും വണ്ടിയിൽ. അതുപോലെയുള്ളൂ. ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആദ്യം ചാൻസലർ സ്ഥാനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പിണറായി വിജയന് കത്ത് കൊടുത്തു. പിണറായി വിജയൻ പറഞ്ഞു വേണ്ട, അങ്ങ് തന്നെ ചാൻസലറായിട്ട് പുള്ളി അസർട്ട് ചെയ്തു, പണിയെടുത്തു. അസർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് മനസ്സിലായി പ്രശ്നമായല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ അഡ്വൈസ് ഇല്ലാതെ പ്രവർത്തിക്കരുത്. ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു ഗവർണർ സർക്കാരിൻ്റെ അഡ്വൈസ് ഇല്ലാതെ പ്രവർത്തിക്കരുത്, പക്ഷേ ചാൻസലർക്ക് പ്രവർത്തിക്കാം, സർക്കാരിൻ്റെ അഡ്വൈസ് തുടങ്ങിയില്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ഇതുവരെ ഇത്രയും കാലം ആരും ശ്രദ്ധിച്ചില്ല. കാരണം ഇതുവരെ ഒരു ഗവർണറും അച്യുതാനന്ദനെയോ ഉമ്മൻചാണ്ടിയെയോ നയനാരെയോ ഒന്നും ശല്യം ചെയ്യാൻ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഗവർണർ തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടിട്ട് ഇറങ്ങി മാടാന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ആ നിയമം മാറ്റണം, ഇങ്ങേര് വേണം ഒപ്പിടാൻ. ഇങ്ങേരോട്ട് ഒപ്പിടുകയില്ല. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഓഫർ തന്നതല്ലേ എന്നെ മാറ്റിക്കൊള്ളാൻ, ഇനിയിപ്പോൾ എനിക്ക് മാറാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഹൈക്കോടതി പോയി. പിണറായി വിജയൻ അങ്ങേര് ഈ ബില്ലെടുത്തിട്ട് പ്രസിഡന്റിനും കൊടുത്തു, അവിടെ കിടന്നു. ഇതുപോലെ ഈ നിയമങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ആലോചിക്കാതെ പാസ്സാക്കും, വർഷങ്ങളോളം അത് കിടക്കും. നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട്, പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. സംശയിച്ച് ആരെ വേണമെങ്കിലും അവർക്ക് ചോദ്യം ചെയ്യാം. എന്നെ സാർ, കേരളത്തിലെ ഒരു 10% ജനസംഖ്യ പോലീസ് ഡെയിലി കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയാൽ എന്താവും സ്ഥിതി? ബട്ട് നിയമം അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പം ഇതുപോലെ വഖഫ് നിയമം പാസ്സാക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം ആരും ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം. BJPയും ആലോചിച്ചില്ല. ഇത് അഡ്മിറ്റ് ചെയ്യാൻ പോലും BJPക്കാർ തയ്യാറുമല്ല. ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ശരിയാണ്, ഞങ്ങളും കൂട്ടുനിന്നതാണ്, പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇപ്പോൾ ആ വഴിയെ പോകുന്ന സാധനം എല്ലാം വഖഫാണ്. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന് പറയും. ദെയർഫോർ വി ആർ ഇൻ്റർഫിയറിങ് ഇൻ ദാറ്റ്. എനിവേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതെ, അത് നല്ല. പക്ഷേ ഇത് സീക്വൻഷ്യലി ഈ സത്യാവസ്ഥ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അതല്ലെങ്കിൽ ഈ അപ്പുറത്തുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ സാർ, ഇവർ മുഴുവൻ സ്ഥാപിത താല്പര്യക്കാരാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ സമസ്തയിൽ ഇതിലെല്ലാം പരമദുഷ്ടന്മാരെന്ന് നിറഞ്ഞ ഒന്നുമല്ല, നല്ല മനുഷ്യരുണ്ട്. അവർക്ക് ഇത് നന്നായി കിട്ടണമെന്നും ആഗ്രഹമുണ്ട്. മാത്രമല്ല അതിന്റെ ഇരകളായാലും TG എനിക്കറിയാവുന്നതാണ്. കേരളത്തിലെ ഈ വഖഫ് ബോർഡിന്റെ ഇരകളായി തീർന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. നമ്മളുടെ MESന്റെ ഡോക്ടർ ഫസൽ ഗഫൂറില്ലേ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹം കൊടുത്തതല്ല, 1-2 തലമുറ, 150 ഏക്കർ കൊടുത്തു. അത് എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. പടച്ചോന് ദാനം ചെയ്ത. അപ്പോൾ അതുപോലെ ഈ കൂട്ടത്തിൽ ഇതിൻ്റെ ഗ്രാവിറ്റി അറിയാവുന്ന ധാരാളം പേരുണ്ട്. അവരെ ശത്രുക്കളായിട്ട് കാണാതെ അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെയും കൂടെ സമ്മതത്തോടുകൂടി നമുക്ക് ഈ സെറ്റപ്പ് ശരിയാവില്ല. ഈ വഖഫ് എന്ന് പറയുന്ന സെറ്റപ്പ് കംപ്ലീറ്റ് ഒന്ന് പൊളിച്ചെഴുതുകയും അവരാരും ഈ പറഞ്ഞ പോലെ ടിപ്പു സുൽത്താൻ വന്ന സ്ഥലം മുഴുവൻ ഞങ്ങളുടെയാണ്, ഔറംഗസീബ് ഭരിച്ച സ്ഥലം മുഴുവൻ ഞങ്ങളുടെയാണ് എന്ന് പറയുന്ന ആൾക്കാരല്ല. അങ്ങനെ പറയുന്ന 1-2 പേരുണ്ടാവാം. അല്ല, അവരെ പരിഗണിക്കുകയും വേണ്ട. ഇവരെ വിശ്വാസത്തിലെടുത്ത് കഴിഞ്ഞാൽ സഹകരിക്കും ചെയ്യും. അങ്ങനെ ഒരു സമവായത്തിന് ശ്രദ്ധിക്കാതെ ഈ ഓൾ പാർട്ടി സർവകക്ഷി യോഗം, പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതെന്താ കാര്യം? നിങ്ങളാണ് ഈ തെറ്റായ നിയമം പാസ്സാക്കിയിട്ട് മനുഷ്യരെ ശ്വാസം മുട്ടിക്കുന്നത്. അതിന് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ മാറുക. ഇത് ഈ പറഞ്ഞ ടീമെല്ലാം കൂടെ ഇതിന് സെറ്റിൽമെൻറ്റ് പരിഹരിച്ചോളും. ക്രൈസ്തവ സഭയോ ഹിന്ദു ഐക്യവേദിയോ സമസ്തയോ മുസ്ലിം ലീഗോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, രാഷ്ട്രീയക്കാർ പിന്മാറട്ടെ. എല്ലാം രാഷ്ട്രീയക്കാർക്ക് പരിഹരിക്കാൻ പറ്റില്ല. കാരണം കള്ളത്തരത്തിൻ്റെ കൂടാണ് മുഴുവൻ രാഷ്ട്രീയം. 10 വോട്ട് എവിടെ കിട്ടുമോ അതിന് വേണ്ടിയിട്ട് ന്യായം കണ്ടുപിടിക്കും. രൂക്ഷമാണ് TGയുടെ അഭിപ്രായം. നമുക്ക് ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. നന്ദി TG.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.